എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്ക് തന്നെയാണ്. ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകൾ 2014-ലും 2019-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7-ൽ 7 ജയിച്ചത് BJP. കഴിഞ്ഞ തവണ 2019-ൽ തുടർ വിജയം നേടിയ ഡൽഹിയിൽ നിന്നുള്ള MP ആയിട്ടുള്ള ഗൗതം ഗംഭീർ തൻ്റെ രാഷ്ട്രീയ സ്വപ്നങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ചു. BJPയുമായിട്ടുള്ള എല്ലാ ബാന്ധവും അദ്ദേഹം വിട്ടുകളഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ മനം മടുത്ത നിരവധി പേരുണ്ട്. എന്നാൽ ഇപ്പോഴും ഇതുതന്നെയാണ് ഒരു നല്ല രീതി എന്ന് പറഞ്ഞ് അവലംബിക്കുന്നവരുമുണ്ട്. ഡൽഹി രാഷ്ട്രീയത്തിൽ കെജ്രിവാൾ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. BJP ശക്തമായ ധ്രുവീകരണ രീതിയിലൂടെ വീണ്ടും വീണ്ടും വളരാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ തളരുകയാണ്. ജനങ്ങൾക്കെതിരെയുള്ള ഈ BJPയുടെ രീതിയെ അവസാനിപ്പിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹരിയാനയിലും ഡൽഹിയിലും അതിശക്തമായ ആം ആദ്മി കോൺഗ്രസ് ബാന്ധവം കൃത്യമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഒരു നീണ്ട ദശാബ്ദത്തോളം നീണ്ടു നിൽക്കും എന്ന് വ്യക്തമാകുന്ന തരത്തിലേക്കാണ് അദ്ദേഹം ജാമ്യത്തിലിറങ്ങിയ ആദ്യ നാൾ തന്നെ BJPയുടെ കേന്ദ്ര നേതാക്കളെ, പ്രത്യേകിച്ച് മോദിയും അമിത്ഷായ്ക്കുമെതിരെയും ശക്തമായി ഉള്ള പ്രകമ്പനം നടത്തിയിരിക്കുന്നത്. ശക്തമായ ഒരു അശനിപാതം പോലെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ പ്രഹരമായി അവരിലേക്ക് പതിക്കുകയാണ്. ഡൽഹിയിൽ കൃത്യമായി തന്നെ ലോക്സഭാ സീറ്റുകളെല്ലാം തന്നെ കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെയും ആം ആദ്മിയുടെയും നേതാക്കൾ, ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ വിജയിച്ചെടുക്കാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. ഒപ്പം ഹരിയാനയിൽ മുൻ മുഖ്യമന്ത്രിയായ മനോഹർ ലാൽ ഖട്ടർ രാജിവെച്ചപ്പോൾ തന്നെ അവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ സൈനിയാണ് മുഖ്യമന്ത്രി എങ്കിൽ പോലും അവിടുത്തെ വലിയ രീതിയിലുള്ള ഒരു വിഭാഗം ഖട്ടറിനെ ആരാധിക്കുന്നവരും അനുകൂലിക്കുന്നവരും അതിശക്തമായി കൃത്യമായി മനസ്സിലാക്കുന്നു, ഹരിയാനയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇനി BJPക്ക് സ്ഥാനമൊന്നും തന്നെ കാണത്തില്ല. ദുഷ്യന്ത് ചൗട്ടാലയുടെ JJP കൂടി കൃത്യമായി പറഞ്ഞാൽ BJPയെ ഉപേക്ഷിച്ചുകൊണ്ട് BJPയുമായിട്ടുള്ള എല്ലാ ബാന്ധവവും വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് കോൺഗ്രസിനോടൊപ്പം ചേക്കേറിയത്. കോൺഗ്രസ് കൃത്യമായി JJPയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യത്തിലേക്ക് തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പോവുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റും ഹരിയാനയിലെ 10 ലോക്സഭാ സീറ്റും ചേർന്ന് 17 ലോക്സഭാ സീറ്റുകൾ മെയ് 25-ന് വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ തീർച്ചയായും രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഒരു വലിയ രീതിയിലുള്ള കൃത്യമായ കണക്ക് തന്നെ രേഖപ്പെടുത്താൻ കഴിയുന്നുണ്ട്. ബഹുഭൂരിപക്ഷം സീറ്റും ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. BJPക്ക് പ്രഹരം തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ ഉത്തരേന്ത്യയുടെ മേഖലകളിൽ സമസ്ത രീതിയിലും BJPക്ക് പ്രഹരം ഏറ്റു തുടങ്ങിയിരിക്കുന്നു എന്നതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ 2 സ്ഥലത്തെയും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നേ വരെ അഭിമുഖീകരിക്കാത്ത വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഡൽഹിയിലും ഹരിയാനയിലും അഭിമുഖീകരിക്കുകയാണ്.